നമ്മൾ നേരത്തെ പറഞ്ഞ 22 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഫ്രം 2003. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തായാലും സാറിൻ്റെ ഗ്രാഫ് എക്സ്പൊണൻഷ്യലി ആവാൻ സാധ്യതയില്ല. പല അപ്സും ലോസും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പം ആലോചിക്കുന്ന സമയത്ത് സാറ് നേരിട്ട ബിഗ്ഗസ്റ്റ് ഫെയിലിയേഴ്സ് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ എൻ്റെ കമ്പനി തുടങ്ങിയ സമയത്ത് ഞാൻ ഫാബ്രിക് ഓർഡർ ചെയ്തപ്പോൾ അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം, ഞാൻ പറഞ്ഞില്ലേ മലയാളി എൻ്റെ ഫാബ്രിക്കായിട്ട് പോയി തന്നില്ലേ, അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ ഞാൻ വിചാരിക്കും ആ സമയത്ത് ഞാൻ വിചാരിക്കും അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ചെറിയ ചെറിയ പ്രാദേശിക ചില ഇഷ്യൂസ് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളം തന്നെ വിട്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് കേരളമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞ് കോവിഡാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ചലഞ്ചായ സമയം. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം മനസ്സിലാക്കി എന്താ ഇത് ഈ കോവിഡ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, അതിൻ്റെ ഇടയ്ക്ക് ഫ്ലഡ് വന്നിരുന്നു, ഡീമോണിറ്റൈസേഷൻ വന്നിരുന്നു. ഓരോ കാലഘട്ടത്തിലും വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, അയ്യോ ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തു, ഇതിനെല്ലാം ഞാൻ എന്താ പറയുക ഓവർകം ചെയ്തു. ഇനി എനിക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല.